പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അസുഖം മൂലം നമസ്കാരത്തിൽ 3-ലധികം തവണ അനങ്ങിയാൽ നമസ്കാരം ബാത്തുലാകുമോ എന്നാണ് ചോദ്യകർത്താവ് സംശയമായി ചോദിക്കുന്നത്. ചില ഷാഫി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലാണ് 3 തവണ നമസ്കാരത്തിൻ്റേതല്ലാത്ത അനക്കങ്ങൾ അനങ്ങിക്കഴിഞ്ഞാൽ നമസ്കാരം ശരിയാകുകയില്ല, ബാത്തിലായിത്തീരും എന്നൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരം അള്ളാഹുമായുള്ള മുനാജാത്താണ്, റബ്ബുമായുള്ള രഹസ്യ സംഭാഷണത്തിലാണ്. നമസ്കാരത്തിൽ ഒരു വിശ്വാസി നിലകൊള്ളേണ്ടത് ഭയഭക്തിയോടുകൂടിയായിരിക്കണം. വല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിജയം വരിച്ച സത്യവിശ്വാസികളുടെ ലക്ഷണം അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അവനുമായുള്ള മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വിശ്വാസി അവരുടെ നമസ്കാരത്തിൽ അകാരണമായ ചലനങ്ങൾ ഒരിക്കലും ഉണ്ടാകുകയില്ല. എന്നാൽ എന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി അനങ്ങേണ്ടി വന്നാലോ അത് നമസ്കാരത്തെ നിഷ്ഫലമാക്കുന്നതുമല്ല. ഒരാൾക്ക് ഇമാം ജമാഅത്തുമായി നിന്ന് നമസ്കരിക്കുന്ന വേളയിൽ ഒരാൾ വൈകി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമസ്കാരം പൂർത്തിയാക്കുവാൻ വേണ്ടി സുത്രയുടെ മറയുടെ മുമ്പിലേക്ക് നിൽക്കണമെങ്കിൽ കാലടികൾ മുന്നോട്ട് വെച്ച് നിൽക്കാവുന്നതാണ്. അത് നമസ്കാരം നിഷ്ഫലമാക്കുന്നതല്ല. 2-3 അടിയായിരുന്നാലും ശരി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നമസ്കരിച്ചപ്പോൾ മുന്നോട്ട് നീങ്ങുകയും അല്പം കഴിഞ്ഞ് പിന്നോട്ട് വരികയും ചെയ്തു. നമസ്കാരാനന്തരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തിൽ സ്വർഗം കണ്ടു, നമസ്കാരത്തിൽ നരകം കണ്ടു, ആ കാരണത്താലാണ് മുന്നോട്ടും പിന്നോട്ടും നിന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില വേളകളിലെങ്കിലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമ്പോൾ കുട്ടികൾ, പ്രവാചകൻ്റെ പേരക്കുട്ടികൾ പ്രവാചകൻ്റെ മുതുക തിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ചലനങ്ങൾ അകാരണമായി ഉണ്ടാകാൻ പാടില്ല. ഇനി എന്തെങ്കിലും കാരണത്താൽ ചലനം നമസ്കാരത്തിൽ പെടാത്ത വല്ല ചലനങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമസ്കാരം ബാത്തിലാവുന്ന കാര്യമല്ല എന്നുകൂടെയാണ് സൂചിപ്പിക്കാനുള്ളത്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.